ജാസ്മിൻ, മാനസികാവസ്ഥ ഞങ്ങൾ പരിഗണിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. പക്ഷേ ആ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കക അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇത് തരുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ ഇതെടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് പിടിച്ചു കൊടുക്കുമോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട്, ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മൂക്കിൽ നിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ CPR കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയണം. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. ഈ അടുത്തായിട്ട് ജനുവരി 19 സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് കൊല്ലം കോണം അളപ്പിൽശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് സർക്കാർ ആശുപത്രിയിൽ വെച്ചിട്ട് ബിസ്മീർ എന്ന് പറഞ്ഞ ഒരു യുവാവിന് സംഭവിച്ചിട്ടുള്ള ദാരുണമായ അന്ത്യം നമുക്കെല്ലാവരും ഏകദേശം എല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പരസ്പരം അടിപിടിയും പോരുപിടിയും പ്രശ്നങ്ങളും എല്ലാം നടക്കുന്നിടയിൽ ഇതൊക്കെ കാണാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് സന്മനസ്സുള്ളവർക്കേ കഴിയുള്ളൂ എന്ന് അറിയാം. എങ്കിലും നമ്മളിതെല്ലാം പറയുന്ന ഒരു കൂട്ടത്തില് ഇതും പറയാൻ എനിക്ക് ഇപ്പോ 2 വീലറും പിന്നെ കാറൊന്നും ഇല്ലാത്ത ആൾക്കാരില്ലല്ലേ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആംബുലൻസും കൂടെ സ്വന്തമായിട്ട് വെക്കണം. സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പി എന്ന് അടിച്ചിട്ട് വേണം പോകാൻ, എമർജൻസി ആയിട്ട്. എന്നാലേ ഡോക്ടർമാരും മറ്റുള്ളവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുള്ളൂ. അപ്പൊ വീടുകളിലൊക്കെ എല്ലാവരും ഓരോ ആംബുലൻസ് വാങ്ങി വെക്കും. പിന്നെ കാറ് കേട്ട് പോകുന്നവർക്കും കുറച്ച് വീര്യം ഉണ്ടാവും, അതിൻ്റെ ഒരു ഗെറ്റപ്പ് സെറ്റപ്പ് ഉണ്ടാവും. മരിക്കുമ്പോഴും നല്ല ഹൈ ലെവലിൽ മരിക്കണം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ സിസ്റ്റർ പറഞ്ഞ വാക്കുകളും ഡോക്ടർ പറഞ്ഞതും. സീരിയസ് ആയ വ്യക്തിനെ കൊണ്ടുവരുന്നത് ആംബുലൻസിലോ അല്ല കാറിലോ ആണ്, ബൈക്കിലിട്ടിട്ടാണ്. ആ ബൈക്കെങ്കിലും അവിടെ ഉണ്ടായല്ലോ എന്നുള്ളത് നോക്കണില്ല. എങ്ങനെയെങ്കിലും ആ രോഗിനെ നമ്മളെ കയ്യിൽ എത്തിച്ചല്ലോ. ഇത്രയും സീരിയസ് ആയ ഒരു അവസ്ഥയിൽ ഒരു രോഗി നിങ്ങളെ കാൽക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അപ്പോഴും അവരെ ക്രൂശിക്കാണ്, അവരോട് ദേഷ്യപ്പെടുകയാണ്. ശ്വാസം കിട്ടാതെ നെഞ്ഞി വേദനയായിട്ട് കിടന്ന് പൊരിയുന്ന മരണവെപ്രാളത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സ എന്താണെന്ന് പോലും അറിയാത്ത ഡോക്ടറും നഴ്സുമാണ് അവിടെ ഉള്ളത്.
അത് തന്നെയല്ലേ, അവർക്കത് അറിയാത്തത് കൊണ്ടല്ലേ നാടി പിടിച്ച് നോക്കിയിട്ട് എന്താണ് സോഡിയം കുറഞ്ഞതാണോ, BP കുറഞ്ഞതാണോ, പ്രഷർ പിന്നെ ഷുഗർ കൂടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ ഒരു വ്യക്തിനെ സാധാ ഒരു മനുഷ്യൻ കണ്ടുവല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് CPR കൊടുക്കണം, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. ഈ ഭാര്യക്ക് ചിലപ്പോ ഒരു പക്ഷെങ്കിൽ അത് അറിയാതിരിക്കാമെങ്കിലും അവര് തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അതിനുള്ള ഒരു മനഃശക്തി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഓർമ്മ അപ്പം വരണമെന്നില്ല. അവര് ആ ഒരു നിലപാടിലായിരിക്കില്ല. ആ ഒരു സമയത്തെ അവസ്ഥ അവരത് വേറെയാണ്. ഒരു സപ്പോർട്ടിന് പോലും ഒരു ചെറിയ പൈതൽ പോലും അവരുടെ അടുത്തില്ല. 2 പിഞ്ച് പൈതമക്കളെ വീട്ടിലിട്ടിട്ടാണ് ആ ഭാര്യ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ മുട്ടുന്നതും തട്ടുന്നതും നിലവിളിക്കുന്നതും അപേക്ഷിക്കുന്നതും ഒക്കെ. എന്നിട്ട് ഡോക്ടർമാരോടും അവർ അപേക്ഷിക്കുകയാണ്. അപ്പോഴും ഡോക്ടർമാർക്ക് ഒരു ലെവലും ആയിട്ടില്ല എന്നാ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കാം. പൊന്നാര മക്കളെ, ഞാൻ എനിക്ക് ഈ അവസ്ഥ കണ്ടപ്പോ എന്റെ മനസ്സിന്റെ അവസ്ഥ കണ്ട് തെറ്റിയ മതിയായി. കാരണം ഇതേ സ്റ്റേജിൽ എന്റെ മുൻ ഭർത്താവിനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. കാരണം BP 40-ലും 45-ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പല സമയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആംബുലൻസിനെ വിളിച്ചിട്ട് നമുക്ക് ഫ്രീ സർവീസ് ആണ്, നല്ല ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ആണ് അത്രയും ഇത്. അതും അവര് കാരുണ്യന്റെ ഒരു ഇതാണ്, സേവനം കൊടുക്കുന്നതാണ്. അപ്പം ആ ഒരു സംഭവത്താലാണ് നമുക്ക് വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് വരും, നമ്മൾ പോവും, ഹോസ്പിറ്റലിൽ പോവും. അവിടെ പോയി ആ ഡോക്ടറെ കാണുമ്പോൾ തന്നെ രോഗിക്കൊരു ഒരു സമാധാനമാണ്. ഏത് രോഗിക്കും ഡോക്ടറെ കാണുമ്പോഴേ തന്നെ ആശ്വാസമാണ്. ഇവൻ എന്റെ ജീവൻ രക്ഷിക്കും, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ ഇവൻ തീർക്കും എന്നൊരു വിശ്വാസമാണ് രോഗിക്ക് വന്നാൽ തന്നെ പകുതി ആശ്വാസമാണ്, മനസ്സാണ്. അപ്പൊ ഈ മരണവെപ്രാളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിന്റെ കയ്യും കാലും പിടിച്ചു നോക്കി നിങ്ങൾ CC ക്യാമറയിൽ കാണുന്ന കണ്ടില്ലേ, ഇതും കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും പ്രൂവ് ചെയ്യാൻ ഒരു സംഭവം ഉണ്ടാവില്ല. ആരോട് ഇങ്ങനെ പറയാനാണെന്ന് അല്ലേ? അപ്പോ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം വേദന തിന്നുന്ന അവസ്ഥയിലും ആ സിസ്റ്റർ പറയുന്നത് എന്താ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത്, സ്വന്തമായിട്ട് ആംബുലൻസ് ഒന്നും ഇല്ലേന്നാ ചോദിക്കും. നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലേ, നിങ്ങൾ റെഫർ ചെയ്യണം. അവിടെ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വ്യക്തി അവിടെ എത്തുന്ന എങ്ങനെ ഉറപ്പ്? അപ്പോ അത്രയും അശ്രദ്ധമായിട്ടുള്ള കാര്യം അവരെ ഒരു പേഷ്യന്റിനോടായിരിക്കില്ല. ഇവിടെ നമ്മളിപ്പോ ഒരു കാര്യം കൂടെ പറയണം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അവിടെ എന്താ പറയാ, കല്യാണത്തിനോ കളിയാട്ടത്തിനോ വിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള ടൂറായിട്ടോ ഒന്നും വന്നതല്ലല്ലോ. അവരെടുക്കുമ്പോ തന്നെ അവർക്ക് അതിന്റെ എത്തിക്സ് അവർക്ക് അറിയാലോ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? ഒരു പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനാണ്, സേവനാണ്. അപ്പം ആ ഒരു കാര്യം അവർക്ക് അറിയില്ലേ? അപ്പൊ അവര് ഈ രാത്രിയില് ഇതെല്ലാം പട്ടി വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. പട്ടി വരുന്നതിന് പൂട്ടിയതാണെന്നാ പറഞ്ഞത്. പട്ടി വരുന്നതിന് ഇത്രയും ഗ്രില്ലിട്ടിട്ടൊക്കെ പൂട്ടേണ്ട ആവശ്യമില്ല, ഗേറ്റ് അടക്കം പൂട്ടേണ്ട ആവശ്യമുണ്ടോ? അതിനുള്ള നിയമങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? പോട്ടെ, ഇനിയിപ്പോ അങ്ങനെ ആയെങ്കിലും പെട്ടെന്ന് ആ പേഷ്യന്റിന് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം വെക്കണം, അലാറം വെക്കണം, അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഉണരാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്തെങ്കിലും വെക്കണം. ഇനി അതും പോട്ടെ, നമ്മൾ കിടന്ന് ഉറങ്ങലാണോ ശരി ഹോസ്പിറ്റലിൽ? എപ്പൊ എനി ടൈമും എന്തും എങ്ങനെയും സംഭവിക്കാം, ഏത് സീരിയസ് കേസും നമ്മളെ മുന്നിൽ വരാം. അതിന് നമ്മൾ ആ രീതിക്കനുസരിച്ച് നമ്മൾ ഉണർന്നിരിക്കേണ്ടതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ 1000 ജീവൻ രക്ഷിച്ചാൽ ഒരു ജീവൻ നമ്മളാലെ പോയിട്ടുണ്ടെങ്കിൽ അതേ മുന്നിൽ വരുള്ളൂ. ഒരു പക്ഷേ നല്ല രീതിയിലൊക്കെ അവർ സേവനം ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. പക്ഷെ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിന് ഒരു ചീത്ത പേര് വന്നു. മാത്രമല്ല ആ വിലപ്പെട്ട ജീവൻ 2 പൈതമക്കളെ പിതാവ് നഷ്ടപ്പെട്ടു. അത് ഒരു പക്ഷെ അള്ളാഹുവിന്റെ കള്ള ആയിരിക്കാം, സംഭവം ശരിയായിരിക്കാം. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വളരെ തെറ്റ് വന്നിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, എന്റെ ഹസ്ബൻഡിനെ ഇതേപോലെ, ആദ്യത്തെ ഹസ്ബൻഡിനെ ഇതേപോലെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഡോക്ടർമാര് പെട്ടെന്ന് വരും, അവര് അതിനുള്ള ഇതെല്ലാം ചെയ്യും. അപ്പൊ ലാസ്റ്റ് മരണത്തിന്റെ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഈ വെപ്രാളം അസലും നമ്മൾ കണ്ടതാണ്. ആളെ എണീക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. കാരണം ആള് നട്ടല് തകർന്ന് കാലെല്ലാം കുഴഞ്ഞു പോയ ആളാണ്. അപ്പൊ അവിടെ എണീക്കാൻ പറ്റില്ല. കട്ടിൽ കിടന്നിട്ട് ചെയ്യുന്ന ആ ഒരു കണ്ണുകൊണ്ടും കൈ മുറിഞ്ഞ കൈ പോലും നിവർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കൈയേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് വായു കിട്ടാഞ്ഞിട്ട്. അപ്പൊ എന്നോട് പറയാണ്, എല്ലാം ഗ്ലാസ് ആണ് മുകളിൽ, ഹോസ്പിറ്റലിന്റെ മുകളിൽ മൊത്തം ഗ്ലാസ് ആണ്. അതെല്ലാം ഗ്ലാസിന്റെ ഡോറും തുറന്നു വെച്ചിട്ടുണ്ട്, പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം, കാറ്റ് കിട്ടണില്ല മോളെ, കാറ്റ് കിട്ടണില്ല, കാറ്റ് വേണം. ഓക്സിജൻ 5ാമത്തെ സിലിണ്ടറും വെച്ചു. പിന്നെ ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഇത്രയും ഓവറാക്കി നമുക്ക് വെക്കാൻ പാടില്ല, പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഇത്രയും കൂടുതലൊന്നും ഇങ്ങനെ കൊടുത്തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് കുറച്ചൊരു സമാധാനത്തിലായിരുന്നു. എന്നോട് പറയുന്നത്, ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഒരു ഇതും റിയാക്ഷനും ഇല്ലാതെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ വായുവിൽ, ആ അന്തരീക്ഷത്തിൽ തന്നെ കിടക്കുന്ന വ്യക്തിക്ക് വായു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
അസ്രായേല് റൂഹ് പിടിക്കുന്ന ഒരു രംഗാണത്. അത് നമുക്കാർക്കും തിരുത്താൻ പറ്റില്ല. അതൊക്കെ ശരി തന്നെയാണ്. അതിന്റെ വെപ്രാളം അതികഠിനമാണ്. സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കയ്യും കാലിട്ട് അടിക്കൂലേ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും. അപ്പൊ ഞാൻ ചെയ്തത് വേറെ രീതി കൂടാണ്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം. പക്ഷെ ഞാൻ ആ രംഗം കണ്ടപ്പം എന്റെ കണ്ണ് നിറഞ്ഞു, മനസ്സൊക്കെ ആകെതായി. എനിക്ക് എന്തോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ ഇനിയും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അതെനിക്ക് പറയാനുള്ളൂ. കഴിയുന്നതും നമുക്ക് സർക്കാരിനെ നന്നാക്കാനും പറ്റൂല, മറ്റുള്ളവരും ഡോക്ടർമാരെ നന്നാക്കാൻ പറ്റില്ല, മറ്റുള്ളവരും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പറയാനും പറ്റില്ല, നമ്മൾ പറഞ്ഞിട്ട് അവർ കേൾക്കൂല. ലോകം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ അടുത്തുള്ള ജീവനുകൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ വിട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വിട്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം അവർ ഹോസ്പിറ്റലിൽ നിലനിൽപ്പ് അവരുടെ ബിസിനസ് ആണ്. ആ ബിസിനസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ കെയർ ചെയ്യും. അതാണ് അവരുടെ ഒരു ഇത്. മറ്റേത് നല്ലത് അങ്ങനെയല്ല, സാലറി മാത്രമേ കിട്ടുള്ളൂ. അത് എങ്ങനെ ചെയ്താലും ആള് മരിച്ചാലും ഇല്ലെങ്കിലൊക്കെ സാലറി അവർക്ക് കിട്ടും. പിന്നെ പിരിച്ചുവിടാ ആക്കാതാക്കാന്നൊക്കെ പറഞ്ഞാലും അവർ ഏതെങ്കിലും വൈക്ക കൂടെ കയറിയിട്ട് അവർക്ക് വരാനൊക്കെ പറ്റും. ഒന്നും വിഷയമല്ല. ഇപ്പൊ അള്ളാഹു കാണിച്ചു കൊടുത്തതാണ്. കാരണം പലർക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ ഒന്ന്, അതായത് പലനാൾ കെട്ടാൽ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതുപോലെ പല ആൾക്കാർക്കും പല രീതിയിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതൊന്നും തിരുത്താനോ അതിന് ക്വസ്റ്റ്യൻ ചെയ്യാനോ പലരും പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതേപോലെ ഇവർ നിന്നില്ല, ഇവരത് കാണിക്കാൻ വേണ്ടിയിട്ട് CC ക്യാമറ ചെക്ക് ചെയ്യാൻ വന്നു. CC ക്യാമറ വരുന്നതിന് മുമ്പും പലതും സംഭവിച്ചിട്ടുണ്ടാകും, വന്നിട്ടും സംഭവിച്ചിട്ടുണ്ടാകും. നോക്കുകയാണെങ്കിൽ പലതും കാണാനും പറ്റും. അപ്പൊ എന്തായാലും ഇതിലൂടെയെങ്കിലും മറ്റുള്ളവരെ കണ്ണ് തുറക്കട്ടെ, അതിന്റെ അധികാരികളുടെ കണ്ണിൽ എത്തട്ടെ, ചെവിയിൽ എത്തട്ടെ, കണ്ണ് തുറക്കട്ടെ. അതിനുള്ള എന്തെങ്കിലും ഇനി നടപടികൾ എടുക്കട്ടെ, നിയമപരമായിട്ട് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ. ഇനി ഇതുപോലുള്ള ജീവനുകൾക്ക് വിലയില്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് കളയാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാ ജീവനും വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഉറക്കത്തെക്കാളും പ്രാധാന്യമാണ് സേവനം എന്ന് മനസ്സിലാക്കുക. ഉറക്കമല്ല, സേവനമാണ്. ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ആ സ്ഥാനത്തിന് നിങ്ങൾ വില കൽപ്പിക്കുക. അവിടെയാണ് നമ്മളുടെ പ്രവൃത്തിക്ക് എന്താ പറയാ വിജയം ഉണ്ടാവുക. അവിടെയാണ് നമുക്ക് പൈസ കുറെ വാങ്ങലോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ സർട്ടിഫിക്കറ്റ് നേടലോ അല്ലെങ്കിൽ അങ്ങനൊന്നല്ല. നമ്മളെ മനസ്സും കൂടെ ഉറങ്ങാൻ പറ്റൂടോ? ഇവർക്ക് ഉറങ്ങാൻ പറ്റുമോ? ഈ ഡോക്ടർക്കും സിസ്റ്റർക്കും ഉറങ്ങാൻ പറ്റുമോ? ശരിക്കും ഒരു ജീവനെ അവരെന്താ വിലയില്ലാതാക്കി കളഞ്ഞില്ലേ? ഓക്സിജൻ കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഭാര്യ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നെബുലൈസേഷൻ അവർ ചെയ്യുന്നതിൽ അവർ മരുന്നോ മറ്റുള്ള സംഭവങ്ങളൊന്നും ഇടാതാണ് കൊടുക്കുന്നത്. അങ്ങനെ വെറുതെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഈ ആള് കാലും കയ്യും ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്, കയ്യേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. എവിടെ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റാന്നുള്ള അവസ്ഥ പോലും അറിയാതെ ആ മനുഷ്യന്, പഠിച്ചവനെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നീ കാക്കണം റബ്ബേ. അതുപോലെ തന്നെ ഇതേപോലുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയും ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. സത്യമാണ് പറയണത്. കാരണം എന്താണെന്ന് അറിയാം, ഒരുപാട് അനുഭവം, എന്റെ ഉമ്മാന്റെ അനുഭവം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് എന്റെ ഉമ്മാനെ കൊണ്ടുവരുന്നത്. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയും വന്ന് നമ്മൾ ചോദിച്ചിട്ട് തന്നില്ല. ഒരുപാട് തവണ നമ്മൾ ചോദിച്ചു, തന്നില്ല. അവരിട്ട് ആകതാക്കി. ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് അനുഭവിച്ച എന്റെ ഉമ്മാക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ അതിന് കൂലി കൊടുക്കട്ടെ. ഇനി ഇതുപോലെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവർ ഇത്രയും അനുഭവിച്ചതിന് അള്ളാഹു അവർക്ക് നാളെ പരലോകത്ത് സ്വർഗം നൽകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എന്തായാലും ആ ഭാര്യക്കും കുട്ടികൾക്കും ക്ഷമ നൽകട്ടെ അള്ളാഹു. ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.